അനീഷ് കുട്ടിയുടെ അച്ഛനൊപ്പമുണ്ട് എന്ന് കൂടി മനസ്സിലാക്കുന്നു. മലപ്പുറത്ത് 5.5 വയസ്സുകാരിക്ക് തെരുവുനായയുടെ കടിയേറ്റ ശേഷം ഇപ്പോൾ പേവിഷബാധ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. നമുക്കൊപ്പം കുട്ടിയുടെ പിതാവുണ്ട്. ഇപ്പോൾ എങ്ങനെയുണ്ട് കുട്ടിയുടെ ഡോക്ടർമാരെന്താണ് പറഞ്ഞത്? ഡോക്ടർമാർ നോക്കാന്ന് പറഞ്ഞ അതേപോലെ എടുക്കാണ്. ഒരിതുമില്ല, മാറ്റങ്ങളൊന്നുമില്ല. ഇന്ന് രാവിലെ ഒന്ന് കണ്ണ് തുറന്നെന്നുള്ളൊരു ഇതുള്ളൂ, അപ്പൊ തന്നെ പൂട്ടിയും ചെയ്തേക്കണ്. വേറൊരു ഒന്നും ഇതാണില്ല. കാരണം കുട്ടി നമ്മളൊരു ഉമ്മ അപ്പാന്നൊരു വിളി വിളിച്ചാ മതി, നമുക്കൊരു ഇതാണ്. പക്ഷെ ആരും മനസ്സിലാതെ കെടുക്കാണ് കുട്ടി. ആ കിടപ്പ് കെടുക്കുകയാണ്. എപ്പോഴാണ് ഇവിടെ കൊണ്ടുവന്നേ? ഇവിടെ കൊടുത്തിട്ട് ഇപ്പൊ ഇന്നൊക്കെ ഒരു 6 ദിവസമായി. സംഭവിച്ചിട്ട് പെരുന്നാളിന്റെ 2 ദിവസം മുന്നേ സംഭവിച്ചാണ്. പിന്നെ അത് ഫുള്ള് മുറിയൊക്കെ ഫുള്ള് ഉണങ്ങിയതാണ്. സ്റ്റിച്ചൊക്കെ എടുത്ത് തലമത്തെ സ്റ്റിച്ചും കാലുമത്തത് തുന്നൊക്കെ എടുത്ത് ഇതൊക്കെ ഫുള്ള് ഉണങ്ങിക്കാണ്ട് ക്ലിയർ ആയതേന്. അങ്ങനെ കുട്ടിനെ സാധാ നോർമൽ കുട്ടികളൊക്കെ കൂടെ കളിക്കലൊക്കെ തുടങ്ങിയത് കുട്ടി. അങ്ങനെ പെട്ടെന്നൊരു പനി പനിച്ചതാണ്. പനിച്ചുകാണ്ട് നേരം നമ്മള് സാധാ പനിയാ വിചാരിച്ചു, ഒരു പേടിപ്പനിയാണെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ നാട്ടിലുള്ള പ്രൈവറ്റ് കുട്ടികളെ ഡോക്ടറെയും കാട്ടി അവിടെ നിന്ന് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി കാണിച്ചപ്പോ അവർക്കും പനിയാണെന്ന് വിചാരിച്ച് നിന്നൊരു പേടിപ്പനിയാ വിചാരിച്ചു. കുട്ടി ഒരു വിറലുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിറക്കും. എന്നിട്ട് അങ്ങനെ ഈ പനിയും വിറയിലൊക്കെ വന്നപ്പോഴത്തേക്ക് ആദ്യം എവിടെ കൊണ്ടുപോയത്? ആദ്യം നമ്മൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ, നമ്മളെ നാട്ടിലെ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഉണ്ട്, അവിടെ പോയി കാണിച്ച് അവിടെ ഒരു മരുന്നിതും തന്നു. പിന്നെ കഴിഞ്ഞത് മാറണില്ല. കാരണം കുട്ടി പിന്നെ അതിന്റെ ശേഷം ഉറങ്ങണമില്ല. കുട്ടി ഇങ്ങനെ കെടുക്കാണ്, ഉറങ്ങണില്ല. രാത്രി ആകുമ്പോഴും നിലമ്പുൾക്കോളും അപ്പാന്നൊക്കെ കെട്ടിപ്പിടിച്ചിങ്ങാണ്ട് ഇങ്ങനെ ഉറങ്ങാതെ കെടുക്കാണ് കുട്ടി. 2 ദിവസം ഉറങ്ങിയിട്ടില്ല കുട്ടിയാണ്. പിന്നെ കഴിഞ്ഞ് ഇങ്ങനെ ശരിയാതെ പിന്നെ തിരുവരങ്ങാടി ഹോസ്പിറ്റലിൽ തന്നെ ആദ്യം കൊണ്ടുപോയി തിരുവരങ്ങാടി ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുപോയി അവിടുന്ന് നേരെ ഒരു മരുന്ന് ഇതൊക്കെ കൊടുത്തു. അവിടുന്ന് ഒരു ഭേദമാകുന്നില്ല, കുട്ടി വിറല തന്നെ. അപ്പൊ അവർക്ക് ചെറിയൊരു ഡൗട്ട് തുടങ്ങിയപ്പോൾ നേരെ അവര് 108 ആംബുലൻസിൽ നേരെ മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ പറഞ്ഞു. അവിടെ നേരെ ആ വരവ് വന്നതാണ്. ഇപ്പൊ ഇന്നൊക്കെ 6 ദിവസമായി. തിരുവനന്തപുരത്തേക്ക് ഇവിടെ അതിന്റെ ഒരു ഇതില്ലല്ലോ. അപ്പൊ തിരുവനന്തപുരത്തേക്ക് അങ്ങോട്ട് വിടാനായി രക്തം ഇത് വിടാൻ പറഞ്ഞ അത് അതേപോലെ കറക്റ്റ് ടൈമിൽ 8:45 പിറ്റേ ദിവസം 8:45 മുന്നായിട്ട് അവിടെ എത്തിച്ചപ്പോ തന്നെ അതിന്റെ വൈകുന്നേരം കഴിയുമ്പോഴത്തേന് റിസൾട്ട് വന്നു. ഇതെന്തായിരുന്നു അന്ന് സംഭവിച്ചത്? കുട്ടി എങ്ങനെയാണ് ഈ നായുടെ കടിയേക്കാൻ? കുട്ടി വീടിന്റെ മുന്നിൽ കടയിലേക്ക് പോയത്. അവിടെ അടുത്ത് തന്നെ വീടിന്റെ മുന്നിൽ തന്നെ കട ഉണ്ട്. ആ കടയിലേക്ക് പോയതാണ്. എന്റെ മോളും കാരണവരെ മോളും കൂടി പോയതായിരുന്നു. നായ ഓടിച്ചിട്ട് കുട്ടി അങ്ങനെ ഒരു സ്ലോ ആണ് കുട്ടി. കാരണവരെ മോളപ്പോ ഇതിന് നായിനെ കണ്ടപ്പോ പാഞ്ഞു. അവളവിടെ നിന്ന് റോഡ്മ നിന്ന് അങ്ങനെ നിന്ന് അതില് കുട്ടിനെ പിടിച്ചുകാണ്ട് കടിച്ച് തിരിച്ച് അങ്ങനെ അടുത്തുള്ള അയൽവാസി 2 വന്നീന്, അതിന്റെ മോനും കാക്കി വന്നീന്. അപ്പൊ മോന് പിടിച്ചു മാറ്റിന്റെ അടിയിൽ കൂടെ മോന്റെ കണ്ണിന്റെ ഇവിടെ എങ്ങാണ്ട് മാന്തി ഇതിൽ ഓനെ എന്താ സംഭവിച്ചെന്ന് അറിയാതെ ഓനെ സാധാരണ സംഭവം അങ്ങനെ തന്നെ. നമ്മളെ കണ്ണിന്റെ ഇവിടെ മാന്തിന്റെ നമുക്ക് എന്താ പറ്റിയെന്ന് അറിയില്ലല്ലോ. അപ്പൊ ഓൻ പോയി. അപ്പൊ ഓന്റെ ഉപ്പാനെ കൊണ്ട് കൈന്റെ പോലെ അങ്ങോട്ട് കൂട്ട് ആട്ടിയ ഇങ്ങോട്ടും കുട്ടിനെ റോട്ടുമ്പോട്ടുകാണ്ട് കുട്ടി ഇങ്ങനെ തിരിയാണ് കിടന്നത്. ഒരു കൈയിട്ടുകാണ്ട് ഇങ്ങനെ തിരിയാണ്. നായി പിടിച്ച് കടിച്ച് പറിച്ച് ഇതാക്കാണ്. അങ്ങനെ മൂപ്പര് കുറെ കല്ല് ഇട്ടിട്ട് വടിയിട്ടൊക്കെ ഇതാക്കിയിട്ട് ഇങ്ങോട്ടും വിടുന്നില്ല. അങ്ങനെ അപ്പൊ ഇതിന്റെ വൈഫ് പറഞ്ഞു നിന്ന് വീട്ടിൽ നിന്ന് കുട്ടികളെ കാണാതായപ്പോ റോട്ടുമ്പോക്ക് കയറിയതായിരുന്നു. വീടിന്റെ അടുത്ത് തന്നെ റോഡാണ്. തൊട്ടടുത്ത് തന്നെ കട. റോട്ടുമ്പോക്ക് കയറിയപ്പോ ഇങ്ങനെ സംഗതിയാണ്. അപ്പൊ ഞാൻ വർക്കിന് പണിക്ക് പോയതാണ്. കൊച്ചിന്റെ എവിടെയൊക്കെ കടിയേറ്റത്? കാലിന് ഇവിടൊക്കെ കടിയിട്ട് ഇവിടൊക്കെ കടിച്ചു നോക്കിയാണ്. പക്ഷെ ഇവിടെ നിന്ന് ഇറച്ചി കിട്ടാഞ്ഞിട്ടാണ് പിന്നെ തലക്കും കടിച്ച്. പിന്നെ ലാസ്റ്റാണ് മസിലിന്റെ ഇവിടെ കടിച്ചു കണ്ടാണ് ഒന്നാ പൊളഞ്ഞ് ഒന്നാണ് ചാടീന്, പുറത്തേക്ക് ഒന്നാ ചാടീന്. നിങ്ങൾ അന്ന് എവിടെ ആശുപത്രിയിലാണ് കൊണ്ടുപോയത്? അത് കഴിഞ്ഞ് നേരെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്കാണ് നേരെ കൊണ്ടുപോയത്. തിരുവരങ്ങാടി ഹോസ്പിറ്റലിൽ നേരെ അവിടുന്ന് അവര് ഡെട്ടോൾ കെട്ടിക്കാണ്ടല്ല കേൾക്കാം. അവിടുന്ന് ഇഞ്ചക്ഷൻ എന്തോ അടിച്ചിക്കണെന്നാ പറഞ്ഞു. ഡെട്ടോൾ ഇട്ടുകാണ്ടല്ല കേൾക്കാൻ പറഞ്ഞു. കെക്കി വൃത്തിയാക്കിക്കാണ്ട് നേരെ കോളേജിലേക്ക് എഴുതി തന്നെ നേരെ കോളേജിലേക്ക് വന്ന് പിന്നെ അവിടുന്ന് ഇവിടുന്ന് പോലെ ഇഞ്ചക്ഷൻ കുത്തിക്കാണ്ട് കുറെ ഇഞ്ചക്ഷൻ കുത്തി. അങ്ങനെ ഒരു 48 മണിക്കൂർ കഴിയാതെ നമുക്ക് ഒരിക്കലും എന്തും ചെയ്യാൻ പറ്റില്ല. അപ്പൊ 48 മണിക്കൂറിന്റെ വരെ വീട്ടിൽ പറഞ്ഞു വെച്ച് 2 ദിവസം കഴിഞ്ഞാൽ പെരുന്നാളിന്റെ പിറ്റേ ദിവസം പിന്നെയും വന്ന് ഇത് സർജറി കാലിന്റെ ഓപ്പറേഷൻ വേണമെന്ന് പറയാം. അപ്പൊ ഓപ്പറേഷൻ ചെയ്ത് ക്ലിയറാക്കി തുന്നി തലക്ക് 10 സ്റ്റിച്ച് വിട്ട്. അങ്ങനെ അത് കഴിഞ്ഞുകാണ്ട് നേരെ 2 ദിവസം ഇവിടെ നിർത്തി. ഇങ്ങനെ വീട്ടിൽ പറഞ്ഞേച്ച് ഏകദേശം ഒരു 1-2 ആഴ്ച കഴിയുമ്പോൾ മുറി ഉണങ്ങിക്കണം, പെട്ടെന്ന് ഉണങ്ങിക്കണം. പ്രതീക്ഷിക്കാത്ത ഇതിൽ തന്നെ പെട്ടെന്ന് ഉണങ്ങിയാണ് മുറി. ഒരാഴ്ച കൊണ്ട് തന്നെ അങ്ങനെ ഇത് കഴിഞ്ഞ് സ്റ്റിച്ചൊക്കെ എടുത്ത് ഒക്കെ ക്ലിയറായി. കുട്ടി നോർമൽ ആയിക്കാണ്ട് കുട്ടികളെ കൂടെ ഒക്കെ കളിക്കാൻ തുടങ്ങിയാണ്. പുറത്തേക്ക് ഇറങ്ങി കളിക്കല് തുടങ്ങി. വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല? വേറെ ഒരു പ്രശ്നമില്ല. പിന്നെ പെട്ടെന്ന് ഇറങ്ങിയ കയറിയിൽ പിന്നെ പനിക്കാൻ തുടങ്ങിയതാണ് കുട്ടി. നമ്മള് സാധാ പനിയാ വിചാരിച്ച് ഒരു ബെറലും ഉണ്ടേന് കുട്ടിക്ക്. നമ്മൾ ബെറൽ പനി അങ്ങനെ പേടിച്ചിക്കാണ്ടുള്ള ആ പനിയാണെന്ന് വിചാരിച്ചു നിന്ന്. ഞാൻ തിരുവങ്ങാടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി.
തിരുവങ്ങാടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ ഇങ്ങനെ അവരും വിചാരിച്ചത് പനി എന്തെങ്കിലും വിചാരിച്ച് അങ്ങനെ ഒരു ഇത് മാറാതായപ്പോ അങ്ങനെ കുട്ടിനെ പറയുന്നത് കണ്ടപ്പോ ഒരു ഡോക്ടർക്ക് ഡൗട്ട് തുടങ്ങിയപ്പോ നേരെ 108 ആംബുലൻസിൽ നേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ഇങ്ങോട്ട് വിട്ടു. ഇവരെന്താ പറയുന്നത് ഈ ഇതെന്താണ് ഇങ്ങനെ ഈ വിഷബാധ വരാനുള്ള കാരണം? ഈ കുത്തിവെച്ചതല്ലേ? കുത്തിവെച്ചാൽ സാധാരണ വരാറുണ്ടോ? അത് എന്താണ് അവർ പറയുന്നത്? അവര് പറഞ്ഞാണ് തലന്റെ ഇത് നെറൂലൊക്കെ കടിച്ചത്. അപ്പൊ നേരിട്ട് നമ്മളെ കാലിനൊക്കെ കടിച്ചതാണെങ്കിൽ ഇവിടെ കയറി ഇങ്ങോട്ട് തലച്ചോറ്റിക്ക് എത്താൻ ടൈം എടുക്കും. പക്ഷെ അത് നേരെ തലച്ചോറിന്റെ ഇവിടെ മേലല്ല ഈ കടിച്ചുകൊണ്ട് പൊളച്ചെടുത്തിക്കണല്ലോ. അപ്പൊ അതുകൊണ്ട് പെട്ടെന്നാണ്ട് ഇതാണെന്ന് അവരങ്ങനെയാണ് ഇവര് പറയുന്നത്. അപ്പൊ ഇത് ഈ കുത്തിവെച്ചാലും അങ്ങനെ കടിച്ചാലും ഭേദമാവില്ലെന്നാണ് പറയുന്നത്. അതൊന്നും അവര് പറയണില്ല. അവര് എന്താന്ന് കൃത്യമായ വിശദീകരണം നൽകുന്നില്ല, നിങ്ങളോട് പറയുന്നില്ല. ഇങ്ങനെ സംഗതികളൊക്കെ അവര് പറയുന്നുണ്ട് കാര്യം.